ഉണ്ടെന്ന് ഓർത്താ ഞാൻ കയറി വന്ന്. ആ ഷിബുവിൻ്റെ അടുത്ത് വെച്ചിട്ട് പൈസയില്ല, ഒന്നുമില്ല. എന്താ പൊന്നെ ചന്ദ്ര, ഇതൊക്കെ പൈസയൊക്കെ എടുത്തോണ്ട് വരണ്ടേ? നീ കാശുണ്ടെന്ന് പറഞ്ഞില്ല ബാക്കിയുള്ളതിനെ കൂടെ വന്ന്. ഇപ്പൊ ആരോട് ചോദിച്ചിട്ട് വല്ല കിട്ടുമോ? ചോദിച്ചാൽ വല്ല കിട്ടുമോ നോക്കാന്ന് പറഞ്ഞാൽ. ആ ജോണിയാണെങ്കിൽ എന്നെ കണ്ടിട്ട് മാറിയില്ല. ഇന്നത്തെ ദിവസം പോയി അത്. അല്ല കൂട്ടുകാരൻ, നീ നാളെ ഒരു കളർ ഷോപ്പും കൊണ്ടിട്ട് ഇത് തന്നെ പണിയുന്നല്ലേ ചന്ദ്ര? എന്റെ ഉണ്ടെന്നുള്ള കയ്യില് എന്താ പൊന്നി ചന്ദ്ര, ഇതോട്ട് പരിപാടിയായിട്ട് വരണം കേട്ടോ. ആരും ഞാൻ ചോദിച്ചു വെക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്ന ഞാൻ അറിഞ്ഞില്ല. വാ നമുക്ക് വാ, ഉമ്മ അവരോട് പരിപാടി കഴിക്കും. അതെ, ഇതിന്റെ പൈസ ഇല്ലാന്നുള്ള കാര്യം മനസ്സിലായി എനിക്ക്. എന്നെ കുറച്ച് പൈസയുണ്ട്, നമുക്കൊന്ന് കിറങ്ങിയിട്ട് വരാം. ഭയങ്കര മഴയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിലെടുത്ത് പോയി നോക്കട്ടെ, ബസ് വല്ലതും കിട്ടും. ഞാൻ വണ്ടി വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ചേച്ചി എത്രയായി? 100. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കോട്ടയത്തെ പോലെ തിരുവനന്തപുരം കിട്ടുമോ? ഇത് കുറെ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെയൊക്കെ വേഗം കിട്ടും. പോടാ കടയിൽ നിന്ന് പോടാ. ഇനിയെങ്കിലും നീ കയ്യിൽ കാശ് വെക്കാണ്ട് കുടിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം തീർന്നുള്ള കാര്യം പറയാലോ. ഇനി അങ്ങനത്തെ പരിപാടി കാണിക്കോ? എന്താ പൊന്നെ ചന്ദ്ര, ഉള്ള പൈസ മൊത്തം തീർന്ന്. ചന്ദ്ര അന്നിട്ട് പെണ്ണല്ല നമ്മുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പോയത് ആണോ? അല്ലേ കണ്ടിട്ടോ, നമ്മളങ്ങോട്ട് കയറിയില്ല അല്ലേ? പോയി നോക്കിയാലോ? അപ്പൊ ചന്ദ്ര ഇന്നത്തെ കാര്യം കുശാലായി, പൊളിക്കാം. വിളിക്കാം. നിർത്തടാ, നിർത്തടാ, എടാ നിർത്ത്. ഒന്ന് പോടി ചന്ദ്ര. നീ എന്ത് വർത്താനം പറഞ്ഞത്? ആണാണോ പെണ്ണാണോ നിനക്കറിയോ? എടാ ആണോല്ലേ പെണ്ണോ അല്ലേ? അയ്യേ, ഇത് പോകാൻ നോക്ക.
അതേടാ, ഞാൻ ആരോ ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നീ ഒന്ന് പോടി, നിന്റെ പണിയൊക്കെ. ഞങ്ങളുടെ അമ്മമാരെ സഹോദരിമാരെ നീ തൊട്ടാ ഞങ്ങൾ ആരാ നീ ശരിക്കറിയാം. ഒന്ന് പോടി. പിന്നെ പോടാ അവിടുന്ന്. പിന്നെ ഞങ്ങൾ ആൾക്കാരെ വിളിക്കണോടാ. വിളിച്ചു നോക്കണേ. എന്താടാ എന്നാ പൊന്നു നീങ്ങാന്നോ? നിന്നെ പിന്നീട് എടുത്തോളാം ഞാൻ കേട്ടോ. എന്താണ് അവിടെ പ്രശ്നം? നീ ഇതുവരെ പോയില്ലേ? ഞാൻ ഈ കടയിൽ നിന്ന് ഓടി ഓടിച്ചു വിട്ടാണല്ലോ നിന്നെ. പോടാ പോടാ നീ. മോളെ വിഷമിക്കണ്ട, ഞങ്ങളെയാണ് ആർക്കും വേണ്ടാത്തത്. പക്ഷെ ഞങ്ങളിവിടെ ഉള്ളിടത്തോളം കാലം എല്ലാവർക്കും സുരക്ഷ ഞങ്ങളുണ്ടാവും. ആണിനാണും പെണ്ണിന് പെണ്ണുമായി എല്ലാവർക്കും ഒരു സുരക്ഷിതരായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കരയുമ്പോൾ മെല്ലെ കണ്ണുനീർ തുട